മാതാ അമൃതാനന്ദമയി മഠത്തെ പ്രതിനിധീകരിച്ച് മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ശ്രീരാമന്റെ ജീവിതം പകരുന്ന സന്ദേശത്തെക്കുറിച്ച് ഈ അവസരത്തിൽ സ്വാമിജി ഓർമ്മപ്പെടുത്തി. ധർമ്മം പ്രപഞ്ച നിയമമാണെന്നും അയോധ്യയിലേത് ധർമ്മത്തിന്റെയും നന്മയുടെയും വിജയമാണെന്നും സ്വാമിജി പറഞ്ഞു. ധർമ്മത്തിന്റെ ചെറുനാളങ്ങൾ ആകാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടതെന്ന് സ്വാമിജി ഓർമ്മിപ്പിച്ചു. ശ്രീരാമചന്ദ്രന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം. അദ്ദേഹത്തിൻ്റെ ചിന്തയും പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും അത് നല്ലതായിരുന്നെങ്കിലും ചീത്തയായിരുന്നെങ്കിലും നന്മയായിരുന്നുവെങ്കിലും തിന്മയായിരുന്നെങ്കിലും അദ്ദേഹം ആ സന്ദർഭങ്ങളെ ആ സാഹചര്യങ്ങളെ എല്ലാം പൂർണ്ണമായി സ്വീകരിക്കുകയും ധർമ്മത്തിൽ നിന്ന് ഒരു സാഹചര്യത്തിലും അണുവിട പോലും ചലിക്കാതെ മുന്നോട്ട് പോകുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ശ്രീരാമചന്ദ്രൻ്റെയും രാമായണത്തിൻ്റെയും പ്രസക്തി. അതുതന്നെയാണ് അതിൻ്റെ സന്ദേശം, അതിൻ്റെ പ്രാധാന്യം. ശ്രീരാമചന്ദ്രൻ്റെ സന്ദേശത്തിനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും അദ്ദേഹം നമ്മളെ പഠിപ്പിച്ച ആധ്യാത്മിക മൂല്യങ്ങൾ ധർമ്മത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ, ലോകത്തിൽ, ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിലെമ്പാടും എല്ലാ ജാതി മതസ്ഥരുടെ ഇടയിൽ നമ്മുടെ കർമ്മത്തിലാകട്ടെ, നമ്മുടെ ഗാർഹിക ജീവിതത്തിലാകട്ടെ, നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലാകട്ടെ, നമ്മുടെ സമൂഹ ജീവിതത്തിലാകട്ടെ, ജീവിതത്തിൻ്റെ ഏത് മേഖലയാണെങ്കിലും ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിനും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾക്കും ഇന്നും അന്ന് എത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നുവോ അതുപോലെ തന്നെ പ്രാധാന്യം ഇന്നുമുണ്ട്. അതാണ് രാമരാജ്യം എന്ന് പറയുന്നത്. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. നമുക്ക് ഒരുപാട് ദുർബലതകളുണ്ട്, പരിമിതികളുണ്ട്. അമ്മ പറയാറുണ്ട്, ഈശ്വരൻ അറിയാം നമ്മൾ ആരും പൂർണ്ണരല്ല എന്ന്. നമുക്കെല്ലാം കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട് എന്ന് ഈശ്വരൻ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഈശ്വരൻ നമ്മുടെ ഒന്നും പക്കൽ നിന്നും ഒരു കുറ്റമറ്റ പ്രവൃത്തിയോ അല്ലെങ്കിൽ ചിന്തയോ പ്രതീക്ഷിക്കുന്നില്ല. നമ്മളൊക്കെ കുറ്റമുള്ളവരാണ്, കുറവുകളുള്ളവരാണ്. പക്ഷേ നമ്മളെ കൊണ്ടൊക്കെ നമുക്കൊന്നും സൂര്യനാകാൻ സാധിക്കില്ല. ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് സൂര്യനാണ്, സൂര്യനെ പോലെയാണ്. അത്രയും തേജസ് നമുക്കുണ്ടാകില്ല എങ്കിൽ പോലും ഒരു ചെറു തിരിനാളമാകുവാൻ, ധർമ്മത്തിൻ്റെ ചെറു തിരിനാളങ്ങളാകുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ആ വെളിച്ചം നമുക്ക് സമൂഹത്തിന് നൽകാൻ സാധിക്കും. ആ ചെറു വെളിച്ചം മാത്രം മതി ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന സംഘർഷമാകട്ടെ, വിദ്വേഷമാകട്ടെ, യുദ്ധമാകട്ടെ, മറ്റ് പ്രശ്നങ്ങളാകട്ടെ. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, ആഗോള താപനില വർദ്ധിച്ചു വരുന്നു. ഇങ്ങനെയുള്ള പ്രകൃതി ക്ഷോഭിച്ചു നിൽക്കുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പരിഹാരം ഈ ധർമാനുഷ്ഠാനമാണ്. ആ ധർമ്മമാണ് ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ കാട്ടിത്തന്നു. അപ്പോൾ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയുടെ ചരിത്രം നമ്മൾ പുറകോട്ട് പോയാൽ അവിടെയും ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ പള്ളി ഉയർന്നതിൻ്റെ പിറകിൽ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ശ്രീരാമക്ഷേത്രം വരുന്നു എന്നത് രാഷ്ട്രീയ ചിന്തയിൽ നിന്നും അല്ലെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷേ ശ്രീരാമന്റെ ജന്മസ്ഥലമായിരുന്നു അയോധ്യ. അത് എത്രയോ കാലങ്ങളായി മനുഷ്യരാശിക്ക് മുഴുവൻ അറിയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ശ്രീരാമന്റെ ഒരു ക്ഷേത്രം വരുന്നതിന് എന്താണ് പ്രശ്നം? അതിനകത്ത് എന്താണ് രാഷ്ട്രീയം? നമ്മൾ കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗം അതിനുവേണ്ടി ശ്രമിച്ചു, അത് ഭരിച്ചു. അത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വിജയമായിട്ട് കാണുമ്പോഴാണ് പ്രശ്നം. അപ്പോഴാണ് അവിടെ രാഷ്ട്രീയം വരുന്നത്. ഇത് ധർമ്മത്തിന്റെ വിജയമായിട്ട് കാണൂ, ഇത് നന്മയുടെ വിജയമായിട്ട് കാണൂ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഇത് ശ്രീരാമന്റെ വിജയമായിട്ട് കാണൂ. എല്ലാ രാഷ്ട്രീയത്തിനും അതീതനായിരുന്നു, കാരുണ്യവാനായിരുന്നു. അദ്ദേഹത്തിനെ എതിർത്തവരെ പോലും സ്നേഹിച്ച വ്യക്തിയാണ്. രാവണനോട് പോലും അദ്ദേഹം വളരെ കരുണയോടുകൂടിയാണ് പെരുമാറിയത്. എത്രയോ അവസരങ്ങൾ രാവണന് കൊടുത്തു. ഇതെല്ലാം ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി എന്തെല്ലാം ശ്രമിച്ചു. ഇനിയും ലങ്ക
പിടിച്ചടക്കിയതിന് ശേഷം അദ്ദേഹം ലങ്ക എങ്ങും കൊണ്ടുപോയില്ല. അദ്ദേഹം അവിടെ ഭരിച്ചില്ല. അവിടുത്തെ ഒരു റിസോഴ്സും അവിടുത്തെ ഒരു വിഭവങ്ങളും ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് കൊണ്ടുപോയില്ല. ലങ്കയെ അതുപോലെ തന്നെ രാവണ സഹോദരനായ വിഭീഷണൻ നൽകുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ജടായു എന്ന പക്ഷിയോട് അദ്ദേഹം കാണിച്ച ആദരവ്, ഗുഹൻ എന്ന വള്ളക്കാരനോട് കാണിച്ച സ്നേഹം, ശബരിയോട് കാണിച്ച വാത്സല്യം, ഇങ്ങനെ ശ്രീരാമൻ ചന്ദ്രന്റെ ജീവിതം നോക്കിയാൽ ഇപ്പം സുഗ്രീവന്റെ പട, അതിപ്പോ കുരങ്ങന്മാരോ ആദിവാസികളോ ആരുമാകട്ടെ, അവരെയൊക്കെ നമ്മൾ ഇന്നും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മളിപ്പോ ഇവിടെ ഈ മതേതരത്വം പ്രസംഗിക്കുന്നവരും അതിനെ എതിർക്കുന്നവർ പോലും ഇവരെയൊക്കെ സമൂഹത്തിൽ നിന്നും ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നില്ലേ? അതൊന്നും ശ്രീരാമചന്ദ്രനിൽ കാണാനില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തിയിലും കാണാനില്ല. അദ്ദേഹത്തിന്റെ പ്രജകളെ അദ്ദേഹം സ്വന്തം മക്കളെ പോലെ ആണ് സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോകുമ്പം അയോധ്യ മുഴുവൻ, അയോധ്യയുടെ എല്ലാ ജനങ്ങളും, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, വൃദ്ധന്മാരും ഉൾപ്പെടെ ഉള്ള സകലമാന ജനങ്ങളും ശ്രീരാമചന്ദ്രനെ പിന്തുടർന്നു വനത്തിലേക്ക്. അദ്ദേഹം അവസാനം അവരോട് തിരിച്ചു പോകാൻ പറയേണ്ടി വന്നു, അപേക്ഷിക്കുകയുണ്ടായി. അങ്ങനെയാണ് അവർ മടങ്ങിപ്പോയത്. ഒരു രാജ്യം മുഴുവൻ ഒരു ഭരണാധികാരിയെ പിന്തുടർന്ന് ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ തയ്യാറായി മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ആ നേതാവിൻ്റെ, ആ ഭരണാധികാരിയുടെ നന്മയാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്, സമദർശനമാണ്. അപ്പൊ ഇവിടെ എവിടെയാണ് ശ്രീരാമൻ ചന്ദ്രന്റെ ജീവിതത്തിൽ രാഷ്ട്രീയമുള്ളത്? അപ്പൊ ആ വിധത്തിലും അതിനെ കാണാമല്ലോ. അപ്പം ഈ തെറ്റ് കാണാൻ ഒരു പ്രയാസവുമില്ല. നന്മ കാണാൻ അല്പം ആത്മാർത്ഥത വേണം, അല്പം മനസാക്ഷി വേണം, നന്മയുള്ള ഒരു ഹൃദയം വേണം, ഈശ്വരവാസം വേണം ഉള്ളിൽ. അതുപോലെ ജനങ്ങളെ സേവിക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹം. രാമരാജ്യം എന്നത് ശ്രീരാമചന്ദ്രന്റെ കാലത്ത്, അതായത് ത്രേതായുഗത്തിലെ ശ്രീരാമചന്ദ്രന്റെ കാലത്ത് രാമരാജ്യം എന്ന സങ്കല്പത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രമാത്രം പ്രാധാന്യം ഇന്നുമുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ ശാസ്ത്രത്തിന്റെ വളർച്ച, സാങ്കേതികതയുടെ വളർച്ച, അനുനിമിഷം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോകവീക്ഷണം തന്നെ മാറിയിരിക്കുന്നു. അതേസമയം തന്നെ ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രലോകവും ഒന്നാകെ പറയുന്നു, നമ്മുടെ ഈ പ്രപഞ്ചം ഒന്നാണ്, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. അമ്മ പറയാറുള്ളത് പോലെ ഇത് ഒറ്റപ്പെട്ട ദ്വീപല്ല, എല്ലാം ഒരു ശൃംഖലയുടെ കണ്ണിയാണ്, ഒരു വല പോലെയാണ്. 4 പേരൊരു വല പിടിച്ചാൽ ആ വലയുടെ ഏത് ഭാഗത്തുണ്ടാകുന്ന സ്പന്ദനവും ആ വലയുടെ മറ്റേത് ഭാഗത്തും പ്രതിഫലിക്കും. എവിടെയെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന പ്രതിഫലനം, ഒരു തരംഗം ആ വലയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രതിഫലിക്കുന്നത് പോലെ ഈ പ്രപഞ്ചം ഒന്നാണ്, പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ലോകത്തെ, പ്രകൃതിയെ സമീപിക്കുന്ന രീതിയും മാറേണ്ടിയിരിക്കുന്നു. ആ മാറേണ്ട രീതിക്കാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇവിടെ ധർമ്മം എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തിന്റെ അല്ല, സനാതന ധർമ്മത്തിന്റെ അല്ല, ഹിന്ദു ധർമ്മത്തിന്റെ മാത്രമല്ല ധർമ്മം. ധർമ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നിയമമാണ്. അമ്മ പറയാറുള്ളത്, ലോകത്തിൽ എവിടെയാണ് ഒരു ഘടനയില്ലാത്തത്? നമ്മുടെ ഓഫീസിൽ ഘടനയില്ല, നമ്മുടെ ഒരു മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, സ്കൂളിൽ, കോളേജിൽ ഒക്കെ ഘടനകളില്ലേ? രാഷ്ട്രീയ കക്ഷികളുടെ അവരുടെ രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളിലും അവരുടെ അണികളുടെ ഇടയിലും ഒക്കെ ഒരു ഘടനയില്ലേ? നമ്മുടെ വീടുകളിലെ ഒരു ഘടന. അപ്പൊ അതുപോലെ ഈ പ്രപഞ്ചത്തിനൊരു ഘടനയുണ്ട്. ആ ഘടനയെ അംഗീകരിക്കുക, ആദരിക്കുക, അതനുസരിച്ച് ജീവിക്കുക, അതാണ് ധർമ്മം. ആ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലമാണ് രാമരാജ്യം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധിയുടെ സങ്കല്പം, അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു രാമരാജ്യം. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോഴും സത്യാഗ്രഹം എന്ന് പറയുന്ന സമരമുറ പ്രയോഗിച്ചപ്പോഴും അതിൻ്റെ മറ്റു സംഭവ വികാസങ്ങളിലൂടെയെല്ലാം ഭാരതത്തെയും ഇവിടുത്തെ ജനങ്ങളെ നയിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നം രാമരാജ്യമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ രാമരാജ്യം എന്ന് പറയുന്നത്
അതൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ, അല്ലെങ്കിൽ രാമൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ, ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആണെന്ന് നമ്മൾ സ്വയം അങ്ങ് തീരുമാനിച്ചു. അതിനെ നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. അത് രാമന്റെ കുഴപ്പമല്ല, അയോധ്യയുടെ കുഴപ്പമല്ല, രാമായണത്തിന്റെ കുഴപ്പമല്ല, ധർമ്മത്തിന്റെ കുഴപ്പമല്ല. ആ കുഴപ്പം നമ്മുടെ ഒക്കെ മനസ്സിലാണ്. ഇതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുടെ മനസ്സിലാണ് ആ കുഴപ്പം. അപ്പൊ രാമരാജ്യം എന്ന് പറയുന്നത് ധർമ്മത്തിന് അടിസ്ഥാനമായിട്ട് പരസ്പരം സഹായിക്കുന്ന, പരസ്പരം ത്യാഗമനുഷ്ഠിക്കുന്ന, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ കുറച്ചൊക്കെ അവരുടെ സൗകര്യങ്ങളെ മാറ്റിവെക്കുന്ന, സ്വന്തം സൗകര്യങ്ങളെ മാറ്റിവെച്ച് മറ്റുള്ളവരെ കൂടി പരിഗണിക്കുന്ന. മറ്റുള്ളവരെ പരിഗണിക്കുക എന്ന് ഞാൻ പറയുന്നത് മനുഷ്യനെ മാത്രം പരിഗണിക്കണം എന്നല്ല. മനുഷ്യ സമൂഹം മറ്റെല്ലാ ജീവജാലങ്ങളെയും പരിഗണിക്കണം, പ്രകൃതിയെ പരിഗണിക്കണം, മറ്റിതര ജീവജാലങ്ങളെ പരിഗണിക്കണം. ആ പരിഗണനാ മനോഭാവം മനസ്സിൽ വരുന്നതാണ് രാമരാജ്യം എന്ന് പറയുന്നത്. നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന ബോധം, വിവേകബോധം മനസ്സിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പരിണിത ഫലമായി സമൂഹത്തിൽ കാണുന്ന മാറ്റമാണ് രാമരാജ്യം. ഇതിലെവിടെയാണ് കോൺട്രഡിക്ഷൻ? ഇവിടെയാണ് വൈരുദ്ധ്യം? ഇതിലെവിടെയാണ് രാഷ്ട്രീയം? അതിവിടെ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും ഇതിപ്പോഴും പ്രസക്തിയുണ്ട്, ഇതിന് പ്രാധാന്യം.